ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സ്വാഗതം, നമസ്കാരം. അപ്പോൾ നമ്മളൊരു പച്ചടി കേട്ടോ ഒന്ന് ഉണ്ടാക്കാൻ പോണ്. ബീറ്റ്റൂട്ട് വലിയൊരു ബീറ്റ്റൂട്ട് എടുത്താണ് ഞാൻ. ഒന്നാണ് എടുത്തത്. ഇതൊന്ന് ചെത്തിയെടുക്കണം ഇനി. എന്നിട്ട് ദീമ ചിരകി എടുക്കണം. ഈ ചെറിയ ഭാഗത്ത് ചിരകി എടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് ചിരകി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ അരച്ചെടുത്തപ്പോൾ ഇങ്ങനെ കേട്ടോ കിട്ടിയത്. ഇതുണ്ടോ, ഇത് നമുക്ക് ഇനി മിക്സിയിൽ അരക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ചെറിയ ഭാഗം കൊണ്ടാട്ടോ, ചെറിയൊരു ഇതുണ്ടല്ലോ, ആ ഭാഗം കൊണ്ടാണ്. ഈ ഭാഗം കൊണ്ടാണെങ്കിൽ കുറച്ചുകൂടി വലുതായി കിട്ടും. ഈ ഭാഗം കൊണ്ടാണെങ്കിൽ നല്ല വലുതായി കിട്ടും. ഇതും വലുതായി കിട്ടും. അപ്പം ഞാനിതുകൊണ്ട് അരച്ചെടുത്തു. നല്ല ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നല്ലൊരു പച്ചടിയാണത്. അപ്പം ഞാൻ എന്തൊക്കെ എടുത്തതെന്നറിയാം. ഇതിന് അരപ്പിന് വേണ്ടിയിട്ട് 2 പച്ചമുളക് എടുത്ത്, 1 ഇഞ്ചിൻ്റെ ചെറിയ കഷ്ണം എടുത്ത്, ഒരു 2-3 ഇല കറിവേപ്പ് എടുത്ത്, ഇച്ചിരി നല്ല ജീരകം, അതായത് ചെറിയ ജീരകം കേട്ടോ, ചെറിയ ജീരകം ഇട്ട്, ഇനി അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കടുകിടാം. ഇത്ര കടുകുണ്ട്. അധികമാവും തോന്നുന്നു. അത് മതി. ഏത് സാധനം തോനിടുമ്പോൾ അധികം ഒരു കുത്തലേക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് അത്ര ഇട്ട് കേട്ടോ. വേണ്ട ഒരു ചിരി. ഇനി ഇതൊന്ന് നല്ലപോലെ അരച്ചെടുക്കണം. അപ്പോൾ അത് ഈ ചെറിയ ജാറിക്കിട്ട് ഒന്ന് അരച്ചെടുക്കുക. കുറച്ചായതുകൊണ്ട് കേട്ടോ ചെറിയ ജാറിക്കിട്ട്. ഒരു ചെറിയ തേങ്ങൻ്റെ പകുതിയുണ്ട്. പിന്നെ നമുക്ക് തോനെടുക്കുക. ഓരോ അളവിനനുസരിച്ച് ഇതൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. ഇനി 2 പച്ചമുളക് ഇതിൽ പൊട്ടിച്ചാൽ മതി. എരിവൊക്കെ പാകത്തിന് ഇഞ്ചിൻ്റെ കഷ്ണം. ഇനി ഒരിച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്. അതൊന്ന് ഈ പോർക്ക് വെച്ചൊന്ന് കഴിച്ചെടുക്കണം. നല്ല കട്ട തൈരാട്ടം. പുളിയുണ്ട് അത്യാവശ്യം. അപ്പോൾ ഞാൻ ഇതുപോലെ അരച്ചെടുത്ത് നല്ല തോനെ വെള്ളം ഒഴിക്കാതെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് അരച്ചെടുത്ത്. അതുണ്ടോ, തോനെ വെള്ളം ഒഴിച്ചാൽ നമുക്ക് തോനെ വെള്ളം വേണ്ടല്ലോ. ഇത് നമ്മൾ പിന്നെ എന്താണ് കുറുകിയല്ലേ ഉണ്ടാവുക. അങ്ങനെ ആവാൻ വേണ്ടിയിട്ടാണ് കുറേശ്ശെ വെള്ളം ഒഴിച്ചെടുത്തത്. ഇനി നമുക്ക് ഈ ചട്ടി, ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ചട്ടിയാണ്, ചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഈ അരച്ച് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല കളറുള്ള ബീറ്റ്റൂട്ടാട്ടോ നമുക്ക് കിട്ടിയത്. ഇത് പെട്ടെന്ന് പോകും, കാരണം നല്ല പാകത്തിന് ചെറുതായി കിട്ടിയിട്ടുണ്ട്. അവിടെ മിക്സിയിൽ അടിച്ച മാതിരി കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ 1 സ്പൂൺ വെള്ളം ഒഴിച്ചോളൂ. കുറച്ച് വെള്ളം കേട്ടോ ഒഴിക്കണത്. ഇതൊന്ന് അടച്ച് വെച്ച് പോയി. കുറച്ച് ഉപ്പിടുക കേട്ടോ, പിന്നെ നോക്കിയിട്ടിടാം. അപ്പോൾ അത് വെന്ത് വന്നാണ് കേട്ടോ. അത് തീരെ പൊടിയല്ലേ ഇതാണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് വെന്താണ്. ഇനി നമുക്ക് ഈ അരപ്പിടുക.
നമുക്ക് തൈര് വയ്ക്കുമ്പോൾ പാകത്തിന് വയ്ക്കില്ല വെള്ളം. ഇനി നമ്മൾ ഈ തൈരും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. തേങ്ങൻ്റെ പച്ചച്ചോവയൊക്കെ പോയി. നല്ല കട്ടി തൈരല്ല കേട്ടോ, തൈര് നല്ല ഉടച്ചെടുത്താണ്. തീ വളരെ കുറച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. തൈര് വാരുമ്പോൾ ഒന്ന് ചൂടായാൽ മതി, നല്ല പോലെ ഒന്ന് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. നമുക്കൊരിത്തിരി ഉലുവാപ്പൊടി ഇടുക, കുറച്ച് ഒരു പിഞ്ച്, അത് മതി. നല്ല ടേസ്റ്റാണ് ഉലുവാപ്പൊടി ഇട്ടാൽ. ഇത്ര മതി. ഇനി നമ്മൾ വാങ്ങിയേക്കാം. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കണം. ഇതാ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കണ്ടേ, ഒരു 1.5 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കണം. നമുക്ക് കുറച്ച് കടുക് ഇടുക. ഇപ്പോൾ ലൈറ്റ് ഇല്ല കേട്ടോ, കറണ്ടൊക്കെ പോയി. കറണ്ട് വന്നും പോയി നിൽക്കുക. ഇവിടെ മഴ ആയതുകൊണ്ട് അപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ഒരു 1/2 സ്പൂണ് കടുക് ഇട്ടണം. നമുക്കൊരു 2-3 വറ്റൽമുളക് വയ്ക്കണം, മുറിച്ചിട്ട്. കടുകൊന്ന് പൊട്ടട്ടെ. തീരെ കണ്ണാണില്ല, ഇത് കറണ്ട് പോയിട്ട്. അപ്പോൾ തീയൊന്ന് കുറച്ച് വെച്ചാണ്. ഒരു 3 വറ്റൽമുളക് ഇട്ട് ഒരു 2 തണ്ട് കറിവേപ്പിൻ്റെ അരിയും കൂടി നമുക്കിടാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് പച്ചടി കണ്ട് ഒഴിക്കാം. തീ ഓഫാക്കാം. ഞാൻ പുളി കുറച്ച് കുറവ് കഴിഞ്ഞിട്ട്, അപ്പോൾ ലേശം കൂടെ തൈര് ഒഴിച്ച്. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക, ഉണ്ടാക്കാത്ത ആൾക്കാർ കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. പാകത്തിന് പുളിയും എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ പാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഒഴിച്ചിട്ടാണ് കളറ് കുറവ് നിങ്ങൾക്ക് തോന്നുന്നത്. നല്ല കളറുണ്ട്. നല്ലൊരു ബീറ്റ്റൂട്ട് ഇത് നമുക്ക് കിട്ടിയത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി വെക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കൊന്ന് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരോടും നന്ദി, നമസ്കാരം.